ഹലോ ഹലോ സാർ, ഇത് CBCID ഏജൻസി അല്ലേ? സാർ, ഇത് വിളിക്കുന്നത് മൗണ്ടൻ വാലിയിൽ നിന്നാണ്. ഇവിടെ സമ്മർ ഹൗസിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. ഞാൻ ഫെർണാണ്ടോ എസ്റ്റേറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. സാർ എത്രയും വേഗം ഇവിടെ വരണം. ഇപ്പൊ എല്ലാവരും പരിഭ്രാന്തരായിട്ടിരിക്കുക. എന്ത്, മൗണ്ടൻ വാലിയിൽ വീണ്ടും മോഷണമോ? ഇതുവരെ പിടിക്കപ്പെട്ടവരെല്ലാം നിരപരാധികൾ. 6 കേസിന്റെ ഒരു ചുരുളും. ഇതായിപ്പോൾ 7ാമത്തെ കേസും. ഈ കേസെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ CBCIDക്ക് അതൊരു വലിയ ബ്ലാക്ക് മാർക്കായി തീരുന്നതായിരിക്കും. ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവിനെ തന്നെ ഇതിനായിട്ട് നിയമിക്കണം. Yes, he is the one. Hello, miss. Can you collect this call to Detective Michael Savage? മുതലാളിയെ പണപ്പെട്ടിയൊക്കെ കുത്തിത്തുറന്നതാ കേട്ടെ. വേറെ എന്തൊക്കെ പോരുന്നെന്ന് ആർക്കറിയാം. പോലീസുകാരൊന്നും അറിയിച്ചിട്ടില്ലെന്നാ പറയുന്നത്. ഡിറ്റക്റ്റീവ് ഇല്ലെന്നാ കേട്ടത്. മുതല് ഇത്രയൊക്കെയല്ലേ പോയുള്ളൂ. കണക്കിൽപ്പെടാത്ത ഇനിയും മുതലുകൾ കാണുമെന്ന് ഇത് കാണാനാണ്. ഈ പ്രദേശം മൊത്തം ശരിയല്ല. ഇന്നലെ ശാന്തയുടെ കൂടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു മുണ്ടാപ്പൂച്ച ഒരാണെന്ന് പെണ്ണ ഇത് തൊട്ടിച്ച് പണി കണ്ടു. പണിയെടുത്ത് തളർന്നു. ഈ പണിയൊക്കെ എടുക്കുന്ന പൈസ ആൻഡ്രി ചോദിച്ചാൽ കൊടുക്കും. അവൻ ചോദിച്ചാൽ എന്ത് കൊടുക്കുമല്ലോ. നമ്മളൊക്കെ ചോദിച്ചാലേ തരാത്ത. ശരിയാ. അവൻ രാവിലെ അവിടെ ചോറി പോയാ പിന്നെ കണ്ടില്ല. ഈ കൊണ്ടിരുന്നൊക്കെ കള്ളപ്പണമെന്നാ പറയുന്നേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുതലാളി പോകുന്നുണ്ട്. നാട്ടിൽ അങ്ങനെ ഒരു സംസാരം എന്ത് ചെയ്യാ. വേറെ വല്ലയിടത്ത് പണിക്ക് പോയാലൊന്നും ആലോചിക്കുക. വീട്ടിലെ കഷ്ടപ്പാടാണ് പറഞ്ഞ മുതലാളിക്ക് മനസ്സിലാവും. ശമ്പളം ഇച്ചിരി നേരത്തെ ചോദിച്ചാൽ പോലും അങ്ങനെ തരത്തില്ല. എന്തായാലും ഇഷ്ടംപോലെ മുതലുള്ളതിനാ. കൊറേയൊക്കെ ഇങ്ങനെയൊക്കെ പോട്ടെ. ഇതിന്റെ ഇരട്ടി എങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും. കുറെ നാള് പോലീസിന്റെ നൂലുനാനായിട്ടൊക്കെയാണ് പോകുന്നത്. നമുക്ക് എന്തായാലും കാര്യം ജോലി ചെയ്യണ്ടേ കുറെ നാളത്തേക്ക്. നമുക്ക് വർഷത്തേക്ക് സുഖമായിരുന്നു. ആരും നോക്കാനും കാണാനും കുറെ നടക്കാനും കാണത്തില്ല. അത് ശരിയാ. ചേട്ടാ, സിഗരറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. കീപ്പട്ടിയില്ലല്ലോ. കീപ്പട്ടിയില്ല. നിങ്ങൾ എന്നെ കാണും. ഇവിടെ ഒരു ഫെർണാണ്ടസ് വിളിക്കുന്നുണ്ടോ? മാനേജർ സാറായിരിക്കും. മാനേജർ സാറാണ്. ഇവിടെ എന്തോ ഒരു മോഷണം. ഇത് മൊത്തത്തിൽ ഇത്ര സ്ഥലമുണ്ടോ? ഇതൊരു 50 ഏക്കറുണ്ട് സാറേ. 50 ഏക്കർ. ഞങ്ങളൊരു 5 ഏക്കറിലേ ഉള്ളു പണിക്കാർ. 70ഓളം പേര് വരും. 70ഓളം പേര് വരും. മോഷണം ആദ്യം വരെ കണ്ടു. ഞങ്ങള് പണിക്ക് വന്നപ്പോഴാ അറിഞ്ഞു. പണിക്ക് വന്നപ്പോഴാണ്. അല്ലാതെ ആരാണ് ആദ്യം കണ്ടത്? അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ. ഞങ്ങളെല്ലാവരും രാവിലെ പണിക്ക് വന്നപ്പോഴാ അറിഞ്ഞത്.
എസ്റ്റേറ്റിൽ രാവിലെ മുതൽ തന്നെ പണി ചെയ്യുന്ന തൊഴിലാളിയിൽ നിന്നുമാണ് ഈ മോഷണ വാർത്ത ഫെർണാണ്ടസിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും അറിയത്തില്ല? ആരോട് ചോദിച്ചതൊക്കെ അറിയാം? ആൻഡ്രൂസിനോട് ചോദിച്ചാൽ ചിലപ്പോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും സാറേ. ആൻഡ്രൂസ് മുതലാളിയുടെ വിശ്വസ്തനാണ്. അവൻ ചോദിച്ചാൽ മുതലാളി പൈസയൊക്കെ എപ്പോഴും കൊടുക്കും. ആൻഡ്രൂസ് ആദ്യമായിട്ട് അവരെന്നോട് ആ പേര് പറയുന്നു. മുതലാളിയുടെ വിശ്വസ്തൻ. പണമായും അല്ലാതെയും മുതലാളിയിൽ നിന്ന് അയാൾ കുറെ കൈപ്പറ്റിയിട്ടുണ്ട്. തന്റെ കൂട്ടാളികൾക്കും അവൻ അതിന്റെ പങ്ക് കൊടുത്തിട്ടുമുണ്ട്. തൊഴിലാളികൾ ഒരേ സ്ഥലത്തിൽ ആൻഡ്രൂസ് എന്നാളെ വെക്കുന്നത് എന്നിൽ സംശയം ഉണ്ടാക്കി. അന്വേഷണം ഇനി ആൻഡ്രൂസിലേക്ക് തന്നെ തിരിഞ്ഞു. രാത്രിയിൽ ബംഗ്ലാവിന്റെ മുൻവശത്ത് ഒരു കുതിരവണ്ടിയിൽ അവനെ കണ്ടവരുണ്ട്. രാവിലെ അവൻ ജോലിക്ക് വന്നിട്ടില്ല. എസ്റ്റേറ്റ് മുതലാളിയും ഇതുവരെ ബംഗ്ലാവിൽ എത്തിയിട്ടില്ല. ബീച്ചിൽ അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യനെ കാത്തിരിക്കുന്ന കുട്ടിയെപ്പോലെ ഞാൻ ആൻഡ്രൂസിനെ മുതലാളിയെ കാത്തിരുന്നു. അവർ വന്നതേയില്ല. പിറ്റേ ദിവസം രാവിലെ അവരെത്തി. വ്യത്യസ്ത സമയങ്ങളിൽ മുതലാളി വന്ന ഉടൻ തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ബ്രൗണിയും ഓർഡർ ചെയ്തു. അയാൾ എന്നെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു തരത്തിലും വഴങ്ങിയില്ല. പക്ഷെ എന്തിനാവാൻ അങ്ങനെയാണ് പെരുമാറുന്നത്? സൗമ്യ സംഭാഷണത്തിലുള്ള പോലെ ഞാൻ അവരെ ഇന്റർവേഷന് വിളിച്ചിരുത്തി. കളവ് ചെയ്യപ്പെട്ടവർ എന്ന് കരുതപ്പെടുന്ന സ്വർണവും പോലീസ് അതിനിടയിൽ കണ്ടെത്തിയിരിക്കുന്നു. മുതലാളി അയാളുടെ ഭാര്യ ആൻഡ്രൂസ്. നീളമുള്ള ഏണി 50 അടി ഉയരുന്ന മതിൽ ചാരി വെച്ചാൽ മതിലിന്റെ ചുവടും ഏണിയും തമ്മിലുള്ള ദൂരം മിനിമം 8 അടിയെങ്കിൽ വേണ്ടിവരും. മതിലിൽ നിന്ന് 3 അടി മാറിയാൽ പ്രധാന വണ്ടികൾ സഞ്ചരിക്കാൻ പോകണം. അതിനാൽ ആ ഏണി ഉപയോഗിച്ച് ആദ്യം മതിൽ ചാരിയെന്നുള്ളവർ എന്ന മതി തീർത്തും വ്യാജമാണ്. 5 അടി മാത്രം ഉയരമുള്ള അയാളെ തീർച്ചയായിട്ടും 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരാൾ ഈ മതിൽ നേട്ടാൻ സഹായിച്ചിരിക്കുന്നു. ഈ നിഗമനമാണ് ആൻഡ്രൂസിന്റെ മുതലാളിയിലേക്ക് അന്വേഷണത്തെ നീക്കിയത്. സത്യം പറയാൻ നിന്നെ സഹായിക്കുന്നവർക്ക് ഇനി അറിയുന്ന പിടിച്ചെടുക്കാൻ പോലും അയാൾ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ബാധ എന്റെ മോനാണ്. ആൻഡ്രൂസ് ഇങ്ങനെ ചെയ്യുന്നത് മോഷണത്തിന്റെ തലേദിവസം നോർമൻ വാലിയിൽ ഇല്ല എന്ന് വാദിച്ച മുതലാളിക്ക് പക്ഷേ അത് സമർത്ഥിക്കാൻ കഴിയില്ല. ആൻഡ്രൂസിനെ മുതലാളിയും മാറിയും തിരിഞ്ഞ് ചോദ്യം ചെയ്യുകയുണ്ടായി. സ്വർണ്ണവ്യാപാരിയായ മുതലാളിക്ക് നികുതി അടയ്ക്കാത്ത സ്വർണം അനധികൃതമായി ലോക്കറിൽ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. നികുതി വെട്ടിച്ച് സ്വർണം ബംഗ്ലാവിൽ സൂക്ഷിച്ചതായി റെക്കമെൻഡേഷൻ ലഭിച്ച ഇൻകം ടാക്സ് ബംഗ്ലാവിൽ റെയ്ഡ് മിസ്സിസ് അതേ തീയതിയിലായിരുന്നു ഈ മോഷണവും നടന്നത്. റെയ്ഡിൽ അനധികൃത സ്വർണ്ണങ്ങൾ ലഭിക്കാതിരിക്കാൻ മുതലാളിയും സഹായാൻഡ്രൂവും നടത്തിയ കരുതിക്കൂട്ടി മോഷണമായിരുന്നു ഇത്. എന്നാൽ ചുണ്ടിനും ചോർക്കിനും ഇടയിൽ അഴിച്ചുപോയ ഒരാളുണ്ട്. മറിയം, ആൻഡ്രൂസിന്റെ സഹോദരി. മുതലാളിയും ആൻഡ്രൂസും മറിയവും ഈ മോഷണത്തിൽ ഒരേപോലെ ഉൾപ്പെട്ടവരാണ്. മുതലാളി ആൻഡ്രൂസിനെയും കബളിപ്പിച്ച് കണക്കില്ലാത്ത സ്വർണ്ണമാണ് കടന്നു വന്നിരിക്കുന്നു മൊറോക്കോയിലേക്ക്. He is clever to manipulate others
and I am going after her. മോണ്ടൻ വാലിയിലെ മോഷണ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. അത് മൊറോക്കോയിൽ തുടരുക തന്നെ ചെയ്യും. Until then, Michael Solinski is taking some time. See you later.